Dear students, today we are going to discuss 25 questions of electrochemistry. That is second year chemistry topic. Okay. This question. So, E cell ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ E cell എന്ന് പറയുമ്പോൾ that is E0 cell minus 0.0591 by n log concentration of analyte by concentration of catholyte എന്ന് എഴുതാം. This is cathode, this is anode, this is catholyte, this is analyte. Concentration of analyte is 0.1 and that of catholyte is 0.01. So what is E0 cell here? E0 cell എന്ന് പറയുമ്പോൾ that is cathode potential minus anode potential ആണ്. That is 0.42 minus 0.42 minus 0.72 ആണ്. That you will get it as 0.3 എന്ന് കിട്ടും. എത്ര കിട്ടും? 0.3. So we can write it as 0.3 എന്ന് നമുക്കിവിടെ എഴുതാം. This is 0.3 minus n. ഇവിടെ 3 electrons, ഇവിടെ 2 electrons ആണ്. So you know that the number of electrons should be same ആയിരിക്കണം redox reaction ആയി. So LCM എടുക്കുമ്പോൾ 6 ആണ്. So n is 6. 0.0591 by 6. So ഇത് 3, this is 2. So n is 6. 2 into 3, 6 കിട്ടണം. Log analyte, this is analyte. അയാളുടെ concentration 0.1 means 10 raised to minus 1. ഈ വാല്യൂ എത്രയാണോ അതാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ റൈസ് ടു 3 അല്ലേ, സോ 2 വരണം. ഡിവൈഡ് ബൈ, അപ്പോൾ ഇത് 6 ആകാനായിട്ട് റൈസ് ടു 2 ആണ്. ഇവിടെ 10 റൈസ് ടു മൈനസ് 2. ഇത് Fe2 പ്ലസ് ആണ്. 6 ആകാൻ റൈസ് ടു 3. ഇതാണ് കിട്ടേണ്ട വാല്യൂ. അപ്പോൾ ഇത് 10 റൈസ് ടു മൈനസ് 6 ആകും. ഇത് 10 റൈസ് ടു മൈനസ് 2 ആകും. മെൻ മൈനസ് 6 ഗോസ് ടു ന്യൂമറേറ്റർ 10 റൈസ് ടു പ്ലസ് 6 ആകും. സോ ഈ വാല്യൂ കംപ്ലീറ്റ് 10 റൈസ് ടു 4 ആയിട്ട് മാറ്റപ്പെടും. എന്തായിട്ട് മാറും? 10 റൈസ് ടു 4 ആകും. 10 റൈസ് ടു 4. ഇത് എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ ഇത് ലോഗ് 10 റൈസ് ടു 4 ഈസ് 4 ആണ്. ദാറ്റ് ഈസ് 0.3 മൈനസ് 0.0591 by 6 ഇൻറ്റു 4 എന്ന് കിട്ടും. സോ ദി വാല്യൂ വിൽ ബി ലെസ് ദാൻ 0.3 ആയിരിക്കും. സോ ദി ആൻസർ ഈസ് 0.26 വോൾട്ട്. ഓക്കെ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ റെഡ്യൂസിങ് പവർ കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം SRP സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെഡ്യൂസിങ് പവറാണ്. അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻ്റ് എന്ന് പറയാം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ റെഡ്യൂസിങ് പവർ അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻ്റ് ആക്ഷൻ കുറയുമെന്നാണ് പറയുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇവിടെ നമുക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിരിക്കുകയാണ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ റെഡ്യൂസിങ് പവർ ഓഫ് ദിസ് മെറ്റൽസ് വിൽ ബി, മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്കാണ് ചോദിച്ചത്. റെഡ്യൂസിങ് പവർ ഏറ്റവും കുറവാർക്കാണ്? ഇസഡിനാണ്. സോ ഇസഡിനായിരിക്കണം മാക്സിമം റെഡ്യൂസിങ് പവർ ഏറ്റവും കുറവ്. ദാറ്റ് ഈസ് SRP കൂടിയ ആൾക്ക് മിനിമം. അപ്പോൾ റെഡ്യൂസിങ് പവർ മാക്സിമം ആൾക്ക് SRP മിനിമം ഉള്ള ആൾക്ക്, ദാറ്റ് ഈസ് ഇസഡ്. ദെൻ എക്സ്, then y. So answer is B. Third question, what is galvanization? The galvanization എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് സിങ്ക് ഓവർ അയൺ ആണ്. സോ കോട്ടിംഗ് ഓഫ് ആരാണ്? സിങ്കിന് വിളിക്കുന്ന പേരാണ് ഗാൽവനൈസേഷൻ.
So here, if E0 cell for a given reaction a negative value ആണെങ്കിൽ which is the correct relation for delta G0 and equilibrium constant എന്നാണ് ചോദിച്ചിരിക്കുന്നത്. We know that delta G0 is equal to minus n E0 NF E0 cell ആണ്. NF E0 cell. ഇവിടെ E0 cell നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പ്ലസ് അല്ലേ? സോ ഡെൽറ്റ G0 should be greater than 0. ഇത് നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് പ്ലസ് ആകും. സോ ഡെൽറ്റ G0 should be greater than 0 ആണ്. നെക്സ്റ്റ് വൺ വി നോ ദാറ്റ് log K is equal to n E0 cell by 0.0591. When E0 cell is negative, log K will be എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. log K നെഗറ്റീവ് ആയാൽ കെയുടെ വാല്യൂ വിൽ ബി എന്തായിരിക്കണം? ലെസ് ദാൻ 1 ആയിരിക്കണം. സോ ആൻസർ ഈസ് സി ആണ്. ദിസ് വൺ ഇപ്പോൾ ഡാനിയൽ സെൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. ദറ്റ് ഈസ് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ ക്യാൻ ബിഹേവ് ആസ് ആൻ ഇലക്ട്രോളിറ്റിക് സെൽ വെൻ, അതായത് ഈ എക്സ്റ്റേണൽ ഗ്രേറ്റർ ദാൻ ഈ സെൽ ആകുമ്പോൾ ഇലക്ട്രോകെമിക്കൽ സെൽ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇലക്ട്രോളിറ്റിക് ആയിട്ട് ആക്ട് ചെയ്യും. സോ ദി ആൻസർ ഈസ് സി ആണ്. ഇവിടെ ചോദ്യം സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ വിച്ച് ഈസ് ഹാവിങ് എന്താണ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് പവർ എന്നാ ചോദ്യം. നമുക്കറിയാം സ്പീഷീസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ വിൽ ആക്ട് ആസ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഇവിടെ നമുക്ക് SRP വാല്യൂ വെച്ച് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SRP എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? റെഡ്യൂസിങ് പവറാണ്. ഈ തന്നിരിക്കുന്നതിൽ റെഡ്യൂസിങ് പവർ ഏറ്റവും കുറവാർക്കാണ്? ക്രോമിയത്തിനാണ് അല്ലേ? നെഗറ്റീവ് വാല്യൂ. സോ റെഡ്യൂസിങ് പവർ ഏറ്റവും കുറഞ്ഞ ആൾ, ദറ്റ് ഈസ് SRP വാല്യൂ ഏറ്റവും കുറഞ്ഞ ആൾ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ്. സോ ആൻസർ ഈസ് ക്രോമിയം. ക്രോമിയം ഈസ് ദി ആൻസർ. സോ ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് NaCl ആണ് ചോദിച്ചിരിക്കുന്നത്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ അക്വസ് NaCl എന്ന് പറയുമ്പോൾ നമുക്കറിയാം Na പ്ലസ് അക്വസും Cl മൈനസ് അക്വസുമാണ് ഉണ്ടാകുന്നത്. അതിൽ കാഥോഡിൽ വാട്ടറാണ് പോകുന്നത്, ഹൈഡ്രജനായിട്ട് മാറും. ആനോഡിൽ Cl മൈനസ് പോയിട്ട് ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. സോ ദി റിയാക്ഷൻ ഇസ് വിച്ച് വൺ? ഡി ആണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, λm4 അസേർഷൻ റീസൺ ആണ്. അസേർഷൻ പറയുന്നത് λm4 വീക്ക് ഇലക്ട്രോലൈറ്റ് ഷോസ് ഷാർപ്പ് ഇൻക്രീസ് വെൻ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസ് ഡയലൂട്ടഡ്. കറക്റ്റാണ്. നമ്മൾ ഡി ബൈ ഹെക്കൽ ഓൺസാഗർ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ഗ്രാഫും വരച്ചു. ഡയല്യൂഷൻ വളരെയധികം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഡിസോസിയേഷൻ കൂടുകയും ഷാർപ്പ് റൈസ് കാണിക്കുകയും ചെയ്തു. കറക്റ്റാണ് അസേർഷൻ. അതിനുള്ള റീസൺ എന്താ പറയുന്നത്? ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ആസ് ഡയല്യൂഷൻ ഇൻക്രീസസ്, ഡയല്യൂഷൻ ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ എന്താണ്? മാക്സിമം ഡിസോസിയേഷൻ കുറയും. അതായത് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് നോർമലി നമ്മളിപ്പോൾ 100 ഇലക്ട്രോലൈറ്റ് എടുത്താൽ ഒരു 10 പേരായിരിക്കും അയണൈസ് ചെയ്യുന്നത് ഇനിഷ്യലി. ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ഡയല്യൂഷൻ കൂടുമ്പോൾ അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ആകുമ്പോൾ ബാക്കിയുള്ള 90 പേരും ഒറ്റയടിക്ക് ഡിസോസിയേറ്റ് ചെയ്യും. സോ ഇറ്റ് ഷോസ് എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ λm വാല്യൂ. സോ റീസൺ പറയുന്നത് ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസസ് വെൻ ഇലക്ട്രോളിക് സൊല്യൂഷൻ ഈസ് ഡയലൂട്ടഡ്. കറക്റ്റാണ്. സോ അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷനുമാണ്. എ ആണ് ആൻസർ. 9th ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ആണ്. ഫോർ മെഷറിംഗ് റെസിസ്റ്റൻസ് ഓഫ് ആൻ അയോണിക് സൊല്യൂഷൻ ആൻഡ് AC സോഴ്സ് ഈസ് യൂസ്ഡ്. കറക്റ്റാണ്. നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ AC സോഴ്സ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ദാറ്റ് ഈസ് കറക്റ്റ്. റീസൺ, കോൺസെൻട്രേഷൻ ഓഫ് അയോണിക് സൊല്യൂഷൻ വിൽ ചേഞ്ച് ഇഫ് DC സോഴ്സ് ഈസ് യൂസ്ഡ്. കറക്റ്റാണ്. അപ്പോൾ അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. അതാണ് എ ഈസ് ദി കറക്റ്റ് വൺ. നെക്സ്റ്റ് വൺ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. നേരത്തെ പറഞ്ഞതാണ് SRP വാല്യൂ. SRP എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും.
അപ്പോൾ SRP ഏറ്റവും കുറവുള്ള ആൾ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റാണ്. അപ്പോൾ ആരായിരിക്കും? സിങ്കിനാണ് ഏറ്റവും കുറവ് SRP. സോ സിങ്ക് ഈസ് ആക്ടിങ് ആസ് ആരാണ്? സ്ട്രോങ്ങസ്റ്റ്. സിങ്ക് ആണ് ആൻസർ. അതാണ് സിങ്ക് ഈസ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ്. എ ഈസ് ദി ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഇലക്ട്രോകെമിക്കൽ ഡാനിയൽ സെൽ? ഡാനിയൽസിൽ നമുക്കറിയാം Zn bar Zn2 plus ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu ആണ്. ഇതിൽ ഇലക്ട്രോൺസ് സിങ്കിൽ നിന്നും കോപ്പറിലേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺ ഫ്ലോയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ. സോ കറണ്ട് ഫ്ലോ ഫ്രം ആരായിരിക്കും? കോപ്പർ ടു സിങ്ക്. സോ ഫസ്റ്റ് വൺ തെറ്റാണ്. ഇലക്ട്രോൺ ഫ്ലോ ഫ്രം സിങ്ക് ടു കോപ്പർ ആണ്, കോപ്പർ ടു സിങ്ക് അല്ല. കറണ്ട് ഫ്ലോ ഫ്രം കോപ്പർ ടു സിങ്ക്. കറക്റ്റ് അല്ലേ? ഇലക്ട്രോൺ ഫ്ലോയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കറണ്ട് ഫ്ലോ. സോ ബി ഈസ് ദി ആൻസർ. 12th വൺ, ഇവിടെ ഈ Fe3 പ്ലസ് ഇലക്ട്രോൺ ഗീവിങ് Fe2 പ്ലസിൻ്റെ EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം EMF എന്ന് പറയുന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടി അല്ല. പക്ഷേ ഡെൽറ്റ ജി എന്ന് പറയുന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഫ്രം ദീസ് നമുക്ക് എഴുതാം. നമുക്ക് തന്നിരിക്കുന്നത് Fe3 പ്ലസ് ബാർ Feയുടെ E0 വാല്യൂ എന്ന് പറയുന്നത് -0.036 വോൾട്ട് ആണ്. അതുപോലെ E0 Fe2 പ്ലസ് ബാർ Fe എന്ന് പറയുന്നത് -0.439 വോൾട്ട് ആണ്. Equation number 1 is equation number 2. What we have to find out is E0 Fe3 plus bar Fe2 plus ഇതിൻ്റെ EMF കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതാണ് തേർഡ് ഇക്വേഷൻ. ഇതിൻ്റെ EMF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് EMF എന്ന് പറയുന്ന അഡിറ്റീവ് പ്രോപ്പർട്ടി അല്ല. അതേസമയം ഡെൽറ്റ ജി എന്ന് പറയുന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നോക്കിക്കേ, Fe3 പ്ലസ് ഫസ്റ്റ് ഇക്വേഷനിൽ ഒരേ സൈഡ് അല്ലേ? Fe2 പ്ലസ് നോക്കി ഇവിടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് അല്ലേ? സോ ഇത് 1 - 1 3 എന്ന് പറയുന്നത് തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് 1 - 2 ആണ്. ഒരു ട്രിക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. തന്നിരിക്കുന്നതിൽ Fe3 പ്ലസ് ഉണ്ട്, ഇവിടെ ഗിവണിലും Fe3 പ്ലസ് ഒരേ സൈഡിലാണ് അല്ലേ? സോ നമുക്ക് പ്ലസ് ആയിട്ട് എടുക്കാം. Fe2 പ്ലസ് റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്, ഇവിടെ ലെഫ്റ്റ് സൈഡ് അല്ലേ? സോ ഓപ്പോസിറ്റ് നമ്മൾ -n കൊടുക്കണം. സോ 3 ഈസ് ഈക്വൽ ടു 1 - 2 ആണ്. ഇവിടെ നമ്മൾ ഡെൽറ്റ ജി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ EMF നമുക്ക് EMF എന്ന് പറഞ്ഞ അഡിറ്റീവ് പ്രോപ്പർട്ടി അല്ല. അപ്പോൾ നമ്മൾ EMF അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? അത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ -NF E03 is equal to -NF E01 -NF മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും -NF E02. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഡെൽറ്റ G0 is equal to -NF E0 ആണ്. അപ്പോൾ EMF അഡിറ്റീവ് അല്ല, അതേസമയം ഡെൽറ്റ ജി അഡിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇതിന് ഈ ഫോമിലേക്ക് എഴുതുന്നത്. ഇതിൽ F എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഫസ്റ്റിനകത്തുള്ള N എന്ന് പറയുന്ന 2 ഇലക്ട്രോൺസ് അത്രയാണ്, ഫസ്റ്റിനകത്ത് 3 ഇലക്ട്രോൺസ് ആണ് അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ വേണ്ടത് Fe3 പ്ലസ് Fe2 പ്ലസ് 1 ഇലക്ട്രോൺ, ദാറ്റ് ഈസ് -E03 ഈസ് ഈക്വൽ ടു ഫസ്റ്റിൽ 3 ഇലക്ട്രോൺസ് -3 ഇൻറ്റു E01 പ്ലസ് 2ൽ 2 ഇലക്ട്രോൺ 2 ഇൻറ്റു E02 ആണ്. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് E03 എന്ന് പറയുന്നത് 3E01 -2 E02. E0 ഉണ്ടെന്ന് പറഞ്ഞ് എത്രയാണ്? -0.336 ആണ്. എത്രയാണ്? -0.336.
that is 3 into minus 0.036 minus 2 into minus 0.439. ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.77 വോൾട്ട് എന്ന് കിട്ടും. എന്ത് കിട്ടും? 0.77 വോൾട്ട് എന്നാണ് കിട്ടേണ്ട ആൻസർ. 0.77 വോൾട്ട്. ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ. സോ നെക്സ്റ്റ് വൺ, ഇൻ ഗാൽവനിക് സെൽ എന്താ നടക്കുന്നത്? കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിസിറ്റിയാണ്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 14, ദ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ആനോഡ്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എപ്പോഴും ഓക്സിഡേഷൻ. സോ 15th ക്വസ്റ്റ്യൻ, ദ ഇൻക്രീസ് ഇൻ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl വിത്ത് ഡൈല്യൂഷൻ ഡ്യൂ. നമുക്കറിയാം ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഡൈല്യൂഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടാനുള്ള കാരണം ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും. ആസ് ഡൈല്യൂഷൻ ഇൻക്രീസസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ അയോൺസ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് ലാംഡ എം കൂടുന്നത്. സോ വിച്ച് ഈസ് ദി ആൻസർ? ഡിക്രീസ് ഇൻ ദി ഇന്റർ അയോണിക് ഫോഴ്സസ് ആണ്. നമുക്കറിയാം സെൽ കോൺസ്റ്റന്റ് G സ്റ്റാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാപ്പ ഇൻറ്റു R ആണ്. ഇവിടെ റെസിസ്റ്റൻസ് ഇൻറ്റു കാപ്പ എന്ന് പറഞ്ഞാൽ എന്താ? കാപ്പ ഈസ് കണ്ടക്ടിവിറ്റി. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് അലുമിനിയം സൾഫേറ്റ് ആണ്. അപ്പോൾ ഇവിടെ മോളാർ കണ്ടക്റ്റൻസ് ഓഫ് Al2SO4 thrice is equal to 2 into ionic conductance of Al3 plus 3 into ionic conductance of SO4 2 minus. That is 2 into അലുമിനിയത്തിൻ്റെ എത്ര തന്നിരിക്കുന്നത്? ദറ്റ് ഈസ് എക്സ് ആണ്, 2x പ്ലസ് സൾഫേറ്റിൻ്റെത് y ആണ്, 2x പ്ലസ് 3y. സോ ആൻസർ ഈസ് 2x പ്ലസ് 3y. സോ 18th ക്വസ്റ്റ്യൻ, ഇത് കോൾഡ് റോസ്റ്റിലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം C2H5COOH ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടതിൽ C2H5COOH ആണ് നമുക്ക് വേണ്ടത്. തന്നിരിക്കുന്ന ആൾക്കാർ ആരാണ്? C2H5COON. അപ്പോൾ C2H5COONA പ്ലസ് H ഉള്ള ആളാരാണ്? HCl. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് C2H5COOH പ്ലസ് എന്ത് കിട്ടണം? NaCl കിട്ടണം. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. നമുക്ക് വേണ്ടത് C2H5COOHൻ്റെ ലാംഡ എം ആണ് വേണ്ടത്. അപ്പോൾ ലാംഡ എം C2H5COOH എന്ന് പറയുന്നത് ഈ രണ്ടിൻ്റെയും സം എടുത്തിട്ട് ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എന്താ കിട്ടുന്നത്? ലാംഡ എം C2H5COONA പ്ലസ് ലാംഡ എം HCl മൈനസ് ലാംഡ എം NaCl ആണ്. ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനകത്ത് C2H5CONAയുടെ വാല്യൂ 91, HClൻ്റെ വാല്യൂ 426.16, NaClൻ്റെ വാല്യൂ 126.45. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻഡ് ദി ആൻസർ ഈസ് ഫൗണ്ട് ടു ബി 390.71 എന്ന് കിട്ടും. ആൻസർ ഈസ് 390.71. നെക്സ്റ്റ് വൺ, ഇത് ലാംഡ എമ്മും റൂട്ട്സ് തമ്മിലുള്ള ഗ്രാഫ് ഫോർ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. സോ ദി ഗ്രാഫ് ഷുഡ് ബി ലൈക്ക് ദിസ് വൺ. റൂട്ട് സി എഗൻസ്റ്റ് ലാംഡ എം വരച്ചാൽ ഇങ്ങനെയാണ് കിട്ടേണ്ട ഗ്രാഫ്. ദിസ് ഇസ് ഗ്രാഫ് നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഗ്രാഫ് ഈ ടൈപ്പിൽ ഒരു ഗ്രാഫും ഇല്ല. സോ ദി ആൻസർ ഈസ് ദിസ് വൺ, നൺ ഓഫ് ദീസ്. ഇനി H2O2 ഫ്യൂവൽ സെല്ലാണ്. അതിനകത്ത് കാഥോഡിലെ റിയാക്ഷനാണ്. നമുക്കറിയാം ആനോഡിൽ ഹൈഡ്രജൻ
H2 ആയിട്ട് മാറും. 0 + 2 ആയി ഓക്സിഡേഷൻ. ദിസ് ഇസ് ഒക്കറിങ് അറ്റ് ആനോഡ്. കാഥോഡിൽ ഓക്സിജൻ OH മൈനസ് ആയിട്ട് മാറും. 0 - 2 ആയി. ദറ്റ് ഈസ് റിയാക്ഷൻ to the cathode. So here the reaction to cathode is this one. O2 OH മൈനസ് ആയിട്ട് മാറുന്നതാണ് റിയാക്ഷൻ. നെക്സ്റ്റ് വൺ, ലാംഡ എം കണ്ടുപിടിക്കണം. സ്പെസിഫിക് കണ്ടക്ടൻസ് അറിയാം. ദറ്റ് ഈസ് ലാംഡ എം ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000/m ആണ്. കാപ്പ ഈസ് ഗിവൺ, ദറ്റ് ഈസ് 1.06 ഇൻറ്റു 10⁻⁻² ഇൻറ്റു 1000. എം എന്ന് പറയുന്നത് 0.1. അപ്പോൾ ഇവിടെ ഇത് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് പോകും. ഇത് 10⁻⁻1 നമ്മളിപ്പോൾ 10⁻1 ആയി. 10⁻4 അപ്പോൾ 1.06 ഇൻറ്റു 10⁻² ഇൻറ്റു 10⁻4 ആണ്. അപ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.06 ഇൻറ്റു 10⁻² എന്ന് കിട്ടും. സോ ദി ആൻസർ ഈസ് എ. നെക്സ്റ്റ് വൺ, ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 0.9 gram ഓഫ് അലുമിനിയമാണ്. അപ്പോൾ ഈ റിയാക്ഷൻ നമുക്കറിയാം 3 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 3 ഫാരഡേ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ 3 ഫാരഡേ പാസ് ചെയ്യുമ്പോൾ 27 gram അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ 0.9 gram അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്ര ഫാരഡേ വേണമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് എങ്ങനെയാണ് കിട്ടുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു 3 ഫാരഡേ ഇൻറ്റു 0.9/27. ഇത് രണ്ടും കട്ട് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? ഇത് 0.9 ഇൻറ്റു 10 എന്ന് എഴുതാം. അപ്പോൾ എത്ര കിട്ടുന്നത്? ഇത് നമുക്ക് എഴുതുകയാണെങ്കിൽ എഫ് ഇൻറ്റു അല്ലെങ്കിൽ 9 ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതാം ബൈ 9. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയില്ലേ? എഫ് എത്രയാണ്? 96,500 കൂളോം ഇൻറ്റു 10⁻⁻1. ദാറ്റ് ഈസ് 9. എത്ര കിട്ടും? 9650 എന്ന് കിട്ടും. 9650. അപ്പോൾ 9.65 ഇൻറ്റു യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 9.65 ഇൻറ്റു 10⁻³ കൂളോം. That is the answer. Solution of sodium sulfate in water. Aqueous sodium sulfate ആണ്. അപ്പോൾ അത് Na+ aqueous-ഉം SO4 2- aqueous ആയിട്ടുമാണ് മാറുന്നത്. ഇവിടെ Na+ഉം വാട്ടറും ഉണ്ട്. കാഥോഡിൽ പോകുന്നത് വാട്ടറാണ്. വാട്ടർ പോയിട്ട് ഹൈഡ്രജനായിട്ട് മാറും. അപ്പോൾ കാഥോഡിൽ ലിബറേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജനാണ്. ആനോഡിൽ SO4 2- ഉണ്ട്, വാട്ടറും ഉണ്ട്. ഇവിടെ വാട്ടറാണ് ആനോഡിൽ പോവുക, SO4 2- അല്ല. കാരണം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് വാട്ടർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സൾഫേറ്റ് ആണ്. അപ്പോൾ വാട്ടർ പോയിട്ട് ആനോഡിൽ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും. സോ കിട്ടുന്ന പ്രോഡക്റ്റ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണ്. നെക്സ്റ്റ് വൺ, ഹൗ മെനി ഫാരഡേസ് ആർ റിക്വയർഡ് ടു റെഡ്യൂസ് 1 mole ഓഫ് Cr2O7 2- to Cr3+. ഇപ്പോൾ നമുക്കറിയാം Cr2O7 2-, ഇത് Cr3+ ആയിട്ട് മാറുന്നു. ഇപ്പോൾ 2Cr3+. ഇവിടെ ക്രോമിയം +6 ആണ്. ഇപ്പോൾ ഇവിടെ ചേഞ്ച് +12 +6 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് എന്ന് പറയുന്നത് 2 ഇൻറ്റു +6 +12 +6 ആയിട്ട് മാറുമ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നതാണ്. 6 ഇലക്ട്രോൺസ് ആർ ഇൻവോൾവ്. സോ 1 mole Cr2O7 2- Cr3+ ആകുമ്പോൾ 6 electrons are involved. So the current involved is 6 Faraday. So the answer is 6. So നോക്കിക്കേ, ഇവിടെ
AgNO3യിൽ Ag പ്ലസ് Ag ആയിട്ട് മാറുകയാണ്. ഇവിടെ ഒരു ഇലക്ട്രോൺ മതി. സോ ഒരു ഫാരഡേ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സിൽവറിൻ്റെ അറ്റോമിക് മാസായ 108 ഗ്രാം സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ 1.08 ഗ്രാം സിൽവർ കിട്ടാൻ എത്ര ഫാരഡേ വേണം? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 1 ഫാരഡേ ഇൻറ്റു 1.08 ബൈ 108 ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇത് 1.08 ഇൻറ്റു 10⁻² എന്ന് എഴുതാം. രണ്ടും കട്ട് ചെയ്ത് പോകും. സോ ഒരു ഫാരഡേ 96,500 ഇൻറ്റു 10⁻², ദാറ്റ് ഈസ് 965 എന്ന് കിട്ടും. 965 കൂളോംബ്. ദാറ്റ് ഈസ് ദി ആൻസർ. സോ നമ്മൾ 25 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ അടുത്ത ടോപ്പിക്കിൽ ഇതുപോലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.